ഫാക്ടറൈസേഷൻ മെത്തേഡ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഫെർമാറ്റ് ഫാക്ടറൈസേഷൻ മെത്തേഡ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഒന്നാണ് പൊള്ളാർഡ് P-1 ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഇപ്പോൾ ജോൺ എം പൊള്ളാർഡ് എന്ന് പറഞ്ഞ ആളാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. സോ ഹി ഫൈൻഡ് ഔട്ട് ദാറ്റ് നമുക്ക് പി എന്ന് പറഞ്ഞത് ഇറ്റ്സ് എ പ്രൈം ഫാക്ടർ ഓഫ് എ നമ്പർ എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്യണ നമ്പർ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൈം ഫാക്ടറായിട്ട് പി ആൾ ഐഡൻറ്റിഫൈ ചെയ്തു. കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ഫോമുലയാണ് ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. പി ഈക്വൽ ടു GCD ഓഫ് 2⁻b ഫാക്ടോറിയൽ -1, n. ആൻഡ് ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ ദാറ്റ് ഈ പി എന്ന് പറഞ്ഞ പ്രൈം എന്ന് നമ്മൾ പറഞ്ഞല്ലോ, പ്രൈം ഫാക്ടർ ആണെന്ന് പറഞ്ഞു എൻ്റെ. അപ്പോൾ ഈ P-1 എന്ന് പറഞ്ഞതിൻ്റെ ഈ ക്യാപിറ്റൽ ബിയേക്കാളും ലാർജസ്റ്റ് ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് വെച്ച കണ്ടീഷൻ. ഈ ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രീ ഡിഫൈൻഡ് വാല്യൂ കോൾഡ് ബൗണ്ട്. അപ്പോൾ ഈ ബൗണ്ടിനേക്കാളും ലാർജർ ആയിട്ടുള്ള ഒരു ഫാക്ടർ P-1 ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ബേസ്ഡ് ഓൺ ദിസ് കണ്ടീഷൻ വി ക്യാൻ ഫൈൻഡ് എ പ്രൈം ഫാക്ടർ P ഫോർ ദ വാല്യൂ ഓഫ് n. ആൻഡ് ദിസ് മെത്തേഡ് ഇസ് കോൾഡ് പൊള്ളാർഡ് P-1 ഫാക്ടറൈസേഷൻ മെത്തേഡ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്യൂഡോ കോഡ്. n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഫാക്ടറൈസ് ചെയ്യണ നമ്പർ. ബി നമ്മളിപ്പോൾ പറഞ്ഞു വിച്ച് ഈസ് ദ ബൗണ്ട്. അല്ലെങ്കിൽ P-1 ബിയേക്കാളും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ എ എന്ന് പറഞ്ഞ രണ്ട് വാല്യൂസ് 2 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഇനി വൈൽ ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൗണ്ടാണ് നമ്മൾ പറഞ്ഞു. ബൗണ്ട് വാല്യൂ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇൻപുട്ടായിട്ട് തരും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഏതെങ്കിലും വാല്യൂ 1, 2, 3 അതിൽ സെറ്റ് ചെയ്തിട്ട് നോക്കാം. സോ ഇപ്പോൾ എ ഈക്വൽ ടു 2 ആണ്, ഇ ഈക്വൽ ടു 2 ആണ്. സോ നമ്മളിപ്പോൾ കറൻറ്റ്ലി ഇവിടെ ഇപ്പോൾ ബിക്ക് എന്ത് വാല്യൂ ആണ് ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും കണ്ടീഷൻ വരിക. ഇപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? എ ഗിവിങ് എ റേസ് ടു ഇ മോഡൻ. അപ്പോൾ എയുടെ വാല്യൂ ഇവിടെയുണ്ട്, ഇയുടെ വാല്യൂ ഇവിടെയുണ്ട്. അപ്പോൾ എ റേസ് ടു ഇ മോഡൻ നമ്മൾ കണ്ടുപിടിച്ചു, ആൻഡ് ദാറ്റ് ഈസ് സ്റ്റോർഡ് ടു എ. ദെൻ ഇ നമ്മളൊന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, അഗെയിൻ വീണ്ടും ലൂപ്പിൽ പോയി. അപ്പോൾ നമ്മൾ ലാർജസ്റ്റ് P-1 ലാർജസ്റ്റ് ഫാക്ടറിന് ബൗണ്ടായിട്ട് നമ്മൾ പറഞ്ഞേക്കുന്നത് ഈ ബി ആണ്. അപ്പോൾ അതുകൊണ്ട് ബിയേക്കാളും ലെസ് ആയിട്ടുള്ള ഈ വരുന്ന കേസുകളിൽ മാത്രം നമുക്ക് ഈ ലൂപ്പ് വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് വീണ്ടും ചെല്ലുമ്പോഴും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് എ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ നെക്സ്റ്റ് നമ്മൾ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി ചെക്ക് ചെയ്യേണ്ടത് ഈ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ റിസൾട്ടിൽ കിട്ടിയ എയുടെയും അതായത് A-1ൻ്റെയും n-ൻ്റെയും GCD കണ്ടുപിടിക്കുക. ദാറ്റ് വിൽ ബി ദ വാല്യൂ ഓഫ് പി. ഇനി പിയുടെ വാല്യൂ 1-നും n-നും ലെസ്സിന് ഇടയ്ക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ റിട്ടേൺ ദ വാല്യൂ ഓഫ് പി, അല്ലെങ്കിൽ എൽസ് റിട്ടേൺ ഫെയിലിയർ. എക്സാമ്പിൾ കാണുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. സോ ഫാക്ടറൈസ് ദ വാല്യൂ 91. അപ്പോൾ എന്ന് പറയുന്നതാണ് 91. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ബി ആയിട്ട് 3 ആണ് എത്തിയിട്ടുള്ളത് എഴുതുക. അപ്പോൾ എയുടെയും ഇയുടെയും വാല്യൂ നമ്മൾ ഫസ്റ്റ് 2 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. ഇനി ഫസ്റ്റ് ഇപ്പോൾ എന്താ വൈൽ ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഇയുടെ വാല്യൂ 2 ആയിരുന്നു. സോ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിയുടെ വാല്യൂ നമ്മൾ പറഞ്ഞു 3 ആണെന്ന് പറഞ്ഞു. സോ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കണ്ടീഷൻ ട്രൂ ആണ്. നെക്സ്റ്റ് എന്ത് ചെയ്തു? എ ഈക്വൽ ടു എ റേസ് ടു ഇ മോഡന് വാല്യൂവേറ്റ് ചെയ്യാം. അതാണ് എഴുതിയേക്കുന്നത്. എ ഈക്വൽ ടു എ റേസ് ടു ഇ മോഡൻ. എയുടെ വാല്യൂ 2, ഇയുടെ വാല്യൂ 2. സോ 2 റേസ് ടു 2 മോഡൻ. അപ്പോൾ 4 മോഡ് 91 കിട്ടി. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഇ ഈക്വൽ ടു E+1 ചെയ്തു. അപ്പോൾ ഈയുടെ വാല്യൂ എന്തായി? 2 ആയിരുന്നു നേരത്തെ, അത് ഇൻക്രിമെൻറ്റ് ചെയ്ത് 3 ആയി. വീണ്ടും നമ്മൾ ലൂപ്പിൽ പോയി 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കണ്ടീഷൻ ട്രൂ ആണ്. അഗെയിൻ ഇവാലുവേറ്റ് ദ വാല്യൂ ഓഫ് എ ഈക്വൽ ടു എ റേസ് ടു ഇ മോഡൻ. അപ്പോൾ എയുടെ വാല്യൂ ഇപ്പോൾ ഓൾറെഡി എന്തായിരുന്നു? 4 ആയിരുന്നു. സോ 4 റേസ് ടു 3 മോഡ് 91. അപ്പോൾ നമുക്ക് 64 മോഡ് 91 കിട്ടി. നെക്സ്റ്റ് ടൈം വീണ്ടും ഈ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തായി? 4 ആയി. അപ്പോൾ മുകളിൽ ചെല്ലുമ്പം 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 അല്ല. അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആയി, നമ്മൾ പുറത്തിറങ്ങി. നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കുന്നത്? പി ഗിവിങ് GCD ഓഫ് A-1, n. ഇവിടെ ഇപ്പം നമുക്ക് എ എത്ര കിട്ടി? 64 ആണ്. 64 - 1 എന്ന് പറയുമ്പോൾ 63. സോ GCD ഓഫ് 63യും n-ഉം, എൻ്റെ വാല്യൂ 91. ഇനിയിപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് യൂക്ലിഡിയൻ അൽഗോരിതം യൂസ് ചെയ്യാം. 91ന് നമ്മൾ 63യുടെ ഒരു ഫാക്ടർ പ്ലസ് സംതിങ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. സോ 91 ഈക്വൽ ടു 63 ഇൻറ്റു 1 പ്ലസ് 28. 63 91 നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ ഇപ്പോൾ 91 ഒരു 63 കൂടുതൽ പറ്റില്ല, അതുകൊണ്ടാണ് ഇൻറ്റു 1. പിന്നെ ബാക്കി ഡിഫറൻസ് എന്താണോ അതാണ് പ്ലസ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 63നെ ഇങ്ങോട്ട് കൊണ്ടുപോയി 28നെ ഇങ്ങോട്ട് കൊണ്ടുപോയി. 63 ഈക്വൽ ടു 28 ഇൻറ്റു നമുക്കറിയാം 2 ടൈംസ് പറ്റും, 56 വരെ പറ്റും. ഇൻറ്റു 2 56 പ്ലസ് 7 63. നെക്സ്റ്റ് 28നെ ഇങ്ങോട്ട് കൊണ്ടുപോയി 7നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ 28 ഈക്വൽ ടു 7 ഇൻറ്റു 4 പ്ലസ് 0. അപ്പോൾ നമുക്ക് ഇവിടെ 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ പ്രോസസ്സ് കഴിഞ്ഞു. GCD വിൽ ബി ദ വാല്യൂ ഓഫ് 7. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? 1 ലെസ് ദാൻ പി ലെസ് ദാൻ n. അപ്പോൾ 1 ലെസ് ദാൻ 7 ലെസ് ദാൻ 91 ആണ് റിട്ടേൺ ദ വാല്യൂ ഓഫ് പി. അപ്പോൾ പിയുടെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? 7 ആണ്. ഇനി 7 നമുക്ക് 91 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് അടുത്ത പ്രൈം ഫാക്ടർ 13 കിട്ടും. സോ ദിസ് ഇസ് ദ പൊള്ളാർഡ് P-1 ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഇനി നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ഈ ഒരു ക്രൈറ്റീരിയ, ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു GCD ഓഫ് 2⁻b ഫാക്ടോറിയൽ -1, n. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഇത് സൊല്യൂഷനിലേക്ക് പോകാം. ഇവിടെ ഇപ്പോൾ ഞാൻ അൽഗോരിതം അങ്ങനെ ഫോളോ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ അവിടെയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ 91 നമുക്ക് ഫാക്ടറൈസ് ചെയ്യാനുള്ള പർപ്പസ്. ഫസ്റ്റ് നമ്മൾ വി ചൂസ് ആൻ ഇൻറ്റിജർ 2 സച്ച് ദാറ്റ് GCD ഓഫ് 2, 91 ഈക്വൽ ടു 1. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 ചൂസ് ചെയ്തതുപോലെ തന്നെ GCD ഓഫ്
2,91 ഈക്വൽ ടു 1 സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ 2 എന്ന് പറഞ്ഞ നമ്പർ ചൂസ് ചെയ്തു. ഇനി ബി ഈക്വൽ ടു ഇവിടെ നമ്മൾ 3 എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടാണ് പ്രോസസ്സ് ചെയ്തത്. ഇവിടെ നമ്മൾ ബി ഈക്വൽ ടു 1 2 3 എന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കുന്നു. സോ ബി ഈക്വൽ ടു 1 സ്റ്റാർട്ട് ചെയ്യാം. അപ്പം 2 റേസ് ടു ബി ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 റേസ് ടു 1 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് 2 തന്നെ കിട്ടും. നെക്സ്റ്റ് നമ്മൾ ജി സി ഡി ഓഫ് 2 റേസ് ടു ബി ഫാക്ടോറിയൽ -1, n. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഇതാണ്. 2 റേസ് ടു ബി ഫാക്ടോറിയൽ കണ്ടുപിടിക്കുക, -1 കണ്ടുപിടിക്കുക, എന്നുമായിട്ട് ജി സി ഡി നോക്കുക. അപ്പോൾ ഇവിടെ 2 ആയിരുന്നു. അപ്പോൾ 2 - 1 എന്ന് പറയുമ്പോൾ എന്തായി? 1 ആയി. സോ ജി സി ഡി ഓഫ് 1,91 ഈക്വൽ ടു 1. ദാറ്റ് ഇസ് എ ട്രിവിയൽ സൊല്യൂഷൻ. നമുക്ക് നോൺ ട്രിവിയൽ സൊല്യൂഷൻ കിട്ടുമ്പോഴാണ് നമ്മളുടെ ആൻസർ ആവുക. നെക്സ്റ്റ് ബി ഈക്വൽ ടു 2 ട്രൈ ചെയ്തു. സോ 2 റേസ് ടു 2 ഫാക്ടോറിയൽ. അപ്പോൾ എത്രയായി? 4 കിട്ടി. ജി സി ഡി ഓഫ് 4 - 1 അതായത് 3ഉം 91. അവിടെ നമുക്ക് ജി സി ഡി 1 കിട്ടി. ദാറ്റ് ഇസ് ഓൾസോ എ ട്രിവിയൽ സൊല്യൂഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ബി ഈക്വൽ ടു 3 ട്രൈ ചെയ്യുന്നു. സോ 2 റേസ് ടു 3 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 റേസ് ടു 6 അതായത് 64 കിട്ടും. ഇനി ജി സി ഡി ഓഫ് 64 - 1, 91. ഇതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ വന്നത്. ഇക്വേഷൻസിനെ വേറെ രീതിയിൽ റീറൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോ ജി സി ഡി ഓഫ് 63 and 91. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? You will get a non-trivial solution 7, which is a factor of 91 and it's a prime factor of 91. So that is Pollard P-1 factorization method. അപ്പോൾ 7 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 91/7 ചെയ്താൽ നമുക്ക് അടുത്ത 13 എന്ന് പറഞ്ഞ ഫാക്ടർ കിട്ടും.